ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ പതിവില്ലാതെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് വേണം കേട്ടോ. നമ്മൾ പാക്കറ്റ് പലഹാരം അങ്ങനെ മേടിച്ച് വെക്കാറില്ല, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറാണ് കേട്ടോ ചെയ്യാറ്. രാവിലെ അവന് എന്തെങ്കിലും വേണം, വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും വേണം, എന്തെങ്കിലും സ്നാക്സ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിന്നൊരു പനനൂറ് വെച്ചിട്ട് ഒരു കുറുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. ഇതാണ് കേട്ടോ പനനൂറ്. പനനൂറ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ കരിപ്പട്ടിയാണ് എടുത്തേക്കുന്നത്, ശർക്കരയല്ല കേട്ടോ. കുഞ്ഞു മോനും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കരിപ്പട്ടിയാണ് എടുത്തത്. കരിപ്പട്ടി നമ്മൾ ഉരുക്കാൻ വെച്ച് അതിന് ശേഷം നമ്മൾ പനനൂറ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അതിനകത്ത് ചെറിയ ചെറിയ കരടുകളൊക്കെ കാണും, അപ്പോൾ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ അരിച്ച് അതിൻ്റെ കരടൊക്കെ കളയുക. ഇത് കണ്ടില്ലേ, കുഞ്ഞി കരട് കണ്ടില്ലേ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്തു. അതിന് ശേഷം നമ്മുടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ അടുപ്പത്ത് കയറ്റുക. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയ്ക്കകത്തേക്ക് നമ്മുടെ അരിച്ചു വെച്ച പനനൂറില്ലേ അത് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. നല്ലപോലെ ഇളക്കി, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കൈവിടാതെ ഇളക്കി ഇങ്ങനെ അത്യാവശ്യം കുറുക്കിയെടുക്കണം. പിന്നെ കുറച്ച് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് കൊടുക്കുന്നതിൽ നമ്മൾ തേങ്ങ ആഡ് ചെയ്യില്ല കേട്ടോ. പനനൂറ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. മൂത്ത പനയില്ലേ, ആ പന മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഇളങ്കാമ്പ്, അതായത് മുള ഇടിച്ച് പിഴിഞ്ഞ് ഉണക്കി ഉണ്ടാക്കുന്നതാണ് കേട്ടോ പനനൂറ്. ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് തേങ്ങ ഇടാതെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് നൽകുന്നൊരു ഫുഡാണ് കേട്ടോ. പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. ഈ ചൂടുകാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കി കഴിക്കുക, കാരണം ഇപ്പം ഭയങ്കര ചൂടാണല്ലോ. നമ്മളിത് ഷോപ്പിൽ പോയി മേടിച്ചതല്ല കേട്ടോ. ഇതിവിടെ ട്രൈബൽ ഏരിയയാണ് അടുത്ത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കുന്ന ഒരിതാണ്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് തന്നെ നമ്മൾ നേരിട്ട് പോയി മേടിച്ചതാണ് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇത് കിട്ടാൻ നല്ല പാടാന്നൊക്കെ പറയുന്നത് കേൾക്കാം, എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലായിടത്തും ഇതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞങ്ങൾ ഇവിടെ പറയുന്ന പേര് ഞാനിതെങ്ങനെ പറയുമെന്നും എനിക്കറിയില്ല, കാരണം ഞാൻ ഈ പേര് പറയുമ്പോൾ ചേട്ടൻ എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. നമ്മളിവിടെ പറയുന്നത് മുട്ടിത്തൂറിക്കാന്ന് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൊലകുത്തി ഉണ്ടാവും കേട്ടോ. ഈ പൂത്ത് കിടക്കുന്നില്ലേ, അതേപോലെ തന്നെ ഫ്രൂട്ട് ഉണ്ടാകുമ്പോഴും അതേപോലെ തന്നെ കൊലകുത്തിയാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഒരു പുളിയും മധുരമൊക്കെ ചേർന്നൊരു ടേസ്റ്റാണ്. നല്ലതാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുറേ ആവും കേട്ടോ. അപ്പോൾ ഇത് കാട്ടുപ്രദേശങ്ങളിലാണ് കൂടുതലും ഉണ്ടാവുന്നത്. നമുക്കിവിടെ വർഷങ്ങളായിട്ടൊരു തൈ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു മരമാണ്, മരത്തിൻ്റെ അടിയിലായിട്ടാണ് ഇത് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ വർഷവും നമ്മുടെ മുട്ടിത്തൂറിക്ക പൂത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.